അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു മിനി വ്ളോഗിലിട്ട് എൻ്റെ എല്ലാ കൂട്ടർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞണ്ട് ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന രീതി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഓരോരുത്തരും ഓരോ രീതിക്കാവും കേട്ടോ. അപ്പോൾ ഞാൻ വെക്കൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മുതലില്ലേ, അത് എൻ്റെ വീട്ടിൽ എൻ്റെ കെട്ടിയവനക്കും മോൾക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അവരങ്ങോട്ട് തിന്നൂരിടും. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ വിഷയത്തിൽ നമുക്ക് മാറാത്ത ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തങ്ങോട്ട് കാണാൻ മറക്കരുതിട്ടാ. പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്കും ചെയ്യാൻ മറക്കരുതിട്ടാ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു 2 ഉള്ളി, 2 തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നീ സാധനങ്ങളാണ് കേട്ടോ ചട്ടിലിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇതും കൂടി ഇട്ടുങ്ങാണ്ട് ഞണ്ട് അതിലോട്ട് ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കിക്കണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിങ്ങാണ്ട് അങ്ങോട്ട് അടച്ച് വെക്കട്ടെ. അത് നല്ലോണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വെന്തൊരു പാകാവട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപ്പും കൂടി നോക്കണം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുങ്ങാണ്ട് അതങ്ങോട്ട് അടച്ച് വെക്കട്ടെ. അടച്ച് വെക്കാണ്ടൊരു പോക്കണ്ട് പോവരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിങ്ങനെ കുറുകി ഇങ്ങനെ അതിൻ്റെ മസാല ഒക്കെ ഞണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഗ്രേവി രൂപത്തിൽ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ട് വായിൽ വെള്ളം വരണിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിത് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞണ്ടുണ്ടല്ലോ അടിപൊളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.